ഒരാൾ സാമ്പിൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഒരു ചെറിയ പാലടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലോണം വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഇത് കഴുകി വെച്ചിരിക്കുന്ന അടയാണ്. ഇത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇടണം. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ടിടാം. ഇനി ഇതൊരു 15-20 മിനിറ്റ് നേരം മൂടി വെക്കണം, സ്റ്റവ് ഓഫാക്കിയിട്ട്. നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇപ്പം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ അട വെള്ളത്തിട്ട് വെച്ചിട്ട് ചൂടുണ്ട് ഗൈസ്. അതിനകത്തോട്ട് ഇനി കുറച്ച് തണുത്ത വെള്ളം, പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ഇതാക്കി കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അത് ഒട്ടി പിടിക്കും. ഇതുപോലെ അരിപ്പയ്ക്കകത്തോട്ട് ഇങ്ങനെ ഒഴിക്കാം. അത് കളയുന്നുണ്ടോ? സോപ്പ് പിടിച്ചോട്ടി. തിളപ്പിച്ച് വെച്ച പാലിൽ നിന്ന് ഒരു പകുതി പാല് നമ്മുടെ ഈ ഉരുളിക്കകത്തോട്ട് ഒഴിക്കാം. അതിനകത്തോട്ടൊരു 1/4 ലിറ്റർ തിളച്ച വെള്ളം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ ഊറ്റി വെച്ചിരിക്കുന്ന അട തട്ടാം. ഇനി ഇത് ഇതിനകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വേഗണം. അധികം നേരം വേണ്ട. ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഇട്ടാൽ തിളപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ബാക്കി പാലും കൂടെ ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് പഞ്ചസാരയോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എനിക്കറിയത്തില്ല. ഇനി കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ ഒരാൾ സാമ്പിൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഒരു ചെറിയ ഗ്ലാസ്, തൽക്കാലം ഒരു ചെറിയ ഗ്ലാസ്സിൽ. അപ്പയ്ക്ക് നമ്മൾ പായസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പയ്ക്ക് പൊതി സഹിക്കാൻ വയ്യെന്നാണ് പറഞ്ഞു. കൊണ്ടേ കൊടുക്കാം. ചാടി എഴുന്നേക്കാണ്. ചൂട് കാണും. കട്ട് ചെയ്യുന്നുള്ളത്.